Good morning, students. We are going to discuss about the topic yeast vectors. So there are mainly 5 types of yeast vectors. They are yeast integrating plasmid or YIP, yeast episomal plasmid or YEP, yeast replicating plasmid or YRP, yeast centromere plasmid or YCP, and yeast artificial chromosome or YAC. 5 ടൈപ്പ് ഈസ്റ്റ് വെക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ YIP, രണ്ടാമത്തത് ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് അല്ലെങ്കിൽ YEP, മൂന്നാമത്തത് ഈസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ YRP, നാലാമത്തത് ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് അല്ലെങ്കിൽ YCP, ലാസ്റ്റ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. So the yeast naturally consists of a 2 micrometer plasmid and its size is to 6318 base pair and it is double stranded and its copy number is 550 to 100 per cell and it is located in the nucleus of yeast cells. So the yeast vectors are made by manipulation or modification of this yeast 2 micrometer plasmid. So the yeast naturally consists of an 2 micrometer plasmid which is located in the nucleus of the yeast cell, and the other vectors like YIP, YEP, YCP, YRP etc. are made by the modification of this 2 micrometer plasmid whose size is 6318 base pair and it is having a copy number of 50 to 100 per cell. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് വെക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈസ്റ്റിൽ നാച്ചുറലായിട്ട് കാണുന്ന പ്ലാസ്മിഡായ 2 മൈക്രോമീറ്റർ പ്ലാസ്മിഡിൻ്റെ മോഡിഫിക്കേഷൻ വഴിയാണ്. ഇപ്പോൾ ഈസ്റ്റിൽ നാച്ചുറലി ഒരു പ്ലാസ്മിഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈസ്റ്റിൽ നാച്ചുറലായിട്ട് കാണുന്ന ഒരു പ്ലാസ്മിഡാണ് 2 മൈക്രോമീറ്റർ പ്ലാസ്മിഡ്. അപ്പോൾ ഈ 2 മൈക്രോമീറ്റർ പ്ലാസ്മിഡിൻ്റെ മോഡിഫിക്കേഷൻ വഴിയാണ് ഈസ്റ്റ് വെക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ 2 മൈക്രോമീറ്റർ പ്ലാസ്മിഡ് നാച്ചുറലി ഈസ്റ്റിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 6318 ബേസ് പെയർ ആണ്. ഇതിൻ്റെ കോപ്പി നമ്പർ 50 to 100 per cells ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ ന്യൂക്ലിയസിലാണ്, അതായത് ഈസ്റ്റ് സെൽസിൻ്റെ ന്യൂക്ലിയസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഈസ്റ്റ് വെക്ടർ ഇസ് YEP or yeast episomal plasmid. It consists of a part of yeast 2 micrometer plasmid and a portion of yeast nuclear DNA and E. coli vector PMB9. It consists of the selectable marker genes like tetracycline resistance gene, ampicillin resistance gene and uridine synthesis genes as the selectable marker. Or the vector remains as an episomal plasmid in the yeast cells and copy number is 25 to 175 and it is having a high transformation frequency. So the first type of yeast vector is yeast episomal plasmid. The yeast episomal plasmid get this name because it behaves as an episome in the yeast cells and it is constructed from yeast 2 micrometer plasmid by adding yeast nuclear DNA and E. coli vector PMB9 into the yeast 2 micrometer plasmid. The selectable marker genes in yeast episomal plasmids are ampicillin resistance, tetracycline resistance and URA3. This copy number is 25 to 175 and is having high transformation frequency. അപ്പോൾ ആദ്യത്തെ ഈസ്റ്റ് വെക്ടറാണ് YEP അല്ലെങ്കിൽ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ്. അപ്പോൾ പേരിലുള്ളതുപോലെ തന്നെ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് ഈസ്റ്റ് സെല്ലിൽ എപ്പിസോമ് പോലെ ബിഹേവ് ചെയ്യും. എപ്പിസോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് ഈസ്റ്റിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇതിനെ ഈ എപ്പിസോം എന്ന് പറയുന്നത്. അതായത് ഈ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് ഈസ്റ്റിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിനോട് ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് അതിനെ എപ്പിസോം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്ലാസ്മിഡിനെ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഈസ്റ്റിൽ നാച്ചുറലി കാണുന്ന 2 മൈക്രോമീറ്റർ പ്ലാസ്മിഡ് വേണം. രണ്ടാമത്തത് നമുക്ക് ഈസ്റ്റിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ക്രോമസോമൽ DNA വേണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ DNA വേണം. പിന്നെ പ്ലാസ്മിഡ് വേണം. E. coli വെക്ടറായ PMB9 എന്ന പ്ലാസ്മിഡും വേണം.
പിന്നെ ഇതിലുള്ള പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡിൻ്റെ ഒരു എക്സാമ്പിളായ YEP24. അപ്പോൾ ഇതിലുള്ള സെലക്റ്റബിൾ മാർക്കർ ജീൻസ് ഏതൊക്കെയാണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്, ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്, പിന്നെ യുറാസിൽ സിന്തസിസ് ജീനായ URA3. ഇപ്പോൾ യുറാസിൽ എന്താണ്? യുറാസിൽ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്, നിങ്ങൾക്കറിയാം. യുറാസിലുണ്ട്, പിന്നെ അഡിനുണ്ട്, ഗാനുണ്ട്. അപ്പോൾ അഡിനിൻ, ഗാനിൻ, സൈറ്റോസിൻ, യുറാസിൽ നിന്നും കിട്ടില്ല. അപ്പോൾ URA3 എന്ന് പറയുന്നത് യുറാസിലിൻ്റെ ബയോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസ് ആണ്. അപ്പോൾ URA3, ആംബിസിലിൻ റെസിസ്റ്റൻസ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആണ് 3 സെലക്റ്റബിൾ മാർക്കർ. പിന്നെ ഈ ഈസ്റ്റ് എപ്പിസോമൽ പ്ലാസ്മിഡിൻ്റെ കോപ്പി നമ്പർ 25 to 175 ആണ്. ഇതിൻ്റെ ഹൈ ട്രാൻസ്ഫോർമേഷൻ ഫ്രീക്വൻസി ഉണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഈസ്റ്റ് വെക്ടർ ഈസ് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് ഓർ YIP. It is constructed by inserting the yeast marker gene URA3 into the E. coli plasmid vector col-E1. അതായത് col-E1 എന്ന് പറയുന്നത് E. coliയിൽ കാണുന്ന ഒരു നാച്ചുറൽ പ്ലാസ്മിഡാണ് col-E1. അപ്പോൾ ഈ col-E1 എടുത്തിട്ട് ഇതിലേക്ക് URA3, ഈസ്റ്റിലുള്ള URA3 ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് YIP ആയി. ഇറ്റ് ഹാസ് നോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർ ഈസ്റ്റ് ആൻഡ് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ലാത്തൊരു വെക്ടറാണ്, അല്ലെങ്കിൽ ഒറിജിൻ ഇല്ലാത്തൊരു വെക്ടറാണ് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഇത് col-E1 പ്രൊവൈഡ്സ് ലൂസിൻ 2 ജീൻ ടു ദി YIP. ഇപ്പോൾ ലൂസിൻ 2 ജീന് YIPക്ക് കൊടുക്കുന്നത് col-E1 ആയിരിക്കും. ഇപ്പോൾ ഇതാണ് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ URA3 ഉണ്ടാവും. അപ്പോൾ ഈ URA3 വരുന്നത് ഈസ്റ്റിൽ നിന്നാണ്, ബാക്കിയൊക്കെ ബാക്ടീരിയയിൽ നിന്നാണ്. പിന്നെ ലൂസിൻ 2ഉം കൊടുക്കും. അതായത് col-E1ൻ്റെ ഭാഗങ്ങൾ, col-E1 തരുന്ന ഭാഗങ്ങളാണ് ആംബിസിലിൻ റെസിസ്റ്റൻസ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്, ലൂസിൻ 2 ജീൻസ്. ഇതിൻ്റെ URA3 എടുക്കുന്നത് ഈസ്റ്റിൽ നിന്നാണ്. So when YIP is delivered into yeast cells, it integrates with a leucine gene of yeast chromosome by homologous recombination. As a result, foreign gene cloned in YIP become a part of yeast chromosome and inherited along with the chromosome. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയസോ ഒന്നുമില്ലാത്തൊരു വെക്ടറാണ് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ്. അപ്പോൾ ഇവരെങ്ങനെയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് ഒരു ഈസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് പോയിട്ട് ഈസ്റ്റ് ക്രോമസോമിൻ്റെ ഭാഗമായിട്ടുള്ള ലൂസിൻ 2 ജീൻസിനോട് പോയി ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ലൂസിൻ 2 ജീൻസുമായിട്ട് ഹോമോലോഗസ് റീകോമ്പിനേഷൻ നടത്തും. എന്നിട്ട് അതെന്താവും? അത് ഈസ്റ്റ് ക്രോമസോമിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറും. എന്നിട്ട് ആ ഈസ്റ്റ് ക്രോമസോമിൻ്റെ കൂടെ ഇൻഹെറിറ്റ് ചെയ്യും. കാരണം അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാൻ ഇതിന് പറ്റും, കാരണം ഇതിന് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒറിജിൻ ഇല്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് YIP ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതായത് YIPൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ഈസ്റ്റ് ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് എന്ന് പേരിട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് എന്ന പേരിട്ടത്? അതായത് ഈ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡിന് ഒറിജിൻ ഒന്നുമില്ല, അതുകൊണ്ട് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് ആ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡിനില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതായത് YIP നമ്മളൊരു ഈസ്റ്റ് സെല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ YIP പോയിട്ട് ഈസ്റ്റ് ക്രോമസോമിൻ്റെ ലൂസിൻ 2 ജീൻ പോർഷനോട് പോയി ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഈ ബൈൻഡ് ചെയ്തിട്ട് ഈ YIP എന്താണ്? ഈസ്റ്റ് ക്രോമസോമിൻ്റെ ഒരു ഭാഗം പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഈസ്റ്റ് ക്രോമസോം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ YIP മൾട്ടിപ്ലൈ ചെയ്യും. അല്ലാതെ സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉള്ള കഴിവ് YIPക്കില്ല. അതിന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈസ്റ്റ് ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അതിന് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് എന്ന പേര് കൊടുത്തത്. കോപ്പി നമ്പർ വളരെ ലോ ആണ്, 1 ആണ് കോപ്പി നമ്പർ. ട്രാൻസ്ഫോർമേഷൻ ഫ്രീക്വൻസിയും ലോ ആണ്. പിന്നെ സ്റ്റെബിലിറ്റിയും കുറവാണ് ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡിന്. അപ്പോൾ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് എന്താണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതായത് ആദ്യം നമ്മൾ E. coli കാണുന്ന നാച്ചുറൽ പ്ലാസ്മിഡ് ആയിട്ടുള്ള col-E1 എടുക്കുക. ഈ col-E1ലേക്ക് ഈസ്റ്റിൻ്റെ ജീനായ URA3 ഇൻസേർട്ട് ചെയ്യുക.
അപ്പോൾ ആ പ്ലാസ്മിഡ് എന്തായിട്ട് മാറും? കോൾ E1 എന്തായിട്ട് മാറും? ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡായിട്ട് മാറും, അല്ലെങ്കിൽ YIP ആയിട്ട് മാറും. അതായത് കോൾ E1 എടുക്കുക. ഈക്കോളയിൽ നാച്ചുറലായിട്ട് കാണുന്ന ഒരു പ്ലാസ്മിഡാണ് കോൾ E1. ഈ കോൾ E1ലേക്ക് നമ്മൾ ഈസ്റ്റിൽ നിന്നുള്ള ജീനായ URA3 ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആ കോൾ E1 എന്തായിട്ട് മാറും? YIP അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് പ്ലാസ്മിഡായിട്ട് മാറും. അപ്പോൾ ബാക്ടീരിയയിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഈക്കോളയിൽ നിന്ന് കിട്ടുന്ന പാർട്സാണ് ലൂസിൻ 2ഉം ജീൻ എന്ന് പറയുന്നത്. ഈസ്റ്റിൽ നിന്ന് വരുന്ന പാർട്ടാണ് URA3 എന്ന് പറയുന്നത്. URA3 ഫോർ യുറാസിൽ ബയോസിന്തസിസ് ആണ്. അപ്പോൾ ഈ YIPൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, YIPക്ക് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ YIPക്ക് ഒറിജിൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ YIP പോയിട്ട് ഈസ്റ്റ് ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് ഈസ്റ്റ് ക്രോമസോം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ YIP എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ കോപ്പി നമ്പർ വളരെ കുറവാണ്, 1 ആണ്. ട്രാൻസ്ഫർമേഷൻ ഫ്രീക്വൻസിയും ലോ ആണ്. ഈ വെക്ടർ ഹൈലി അൺസ്റ്റേബിൾ ആണ്. നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് ഈസ്റ്റ് വെക്ടർ ഈസ് YRP or yeast replicating plasmid. YRP is a plasmid vector that can replicate in yeast cells, and YRP is constructed by inserting ARS of yeast genome into plasmid PBR313. The ARS can be isolated from 2 micrometer plasmid or yeast chromosome, and the copy number is 1 to 20 per cell, and it has high transformation frequency. Yeast replicating plasmid or YRP is constructed by inserting ARS or autonomously replicating sequence from the yeast into the bacterial plasmid PBR330. So it will be having a high copy number and high transformation frequency, and this ARS can be isolated from 2 micrometer plasmid or yeast chromosome from the yeast. Example is YRP7, which consists of ampicillin resistance and tetracycline resistance from PBR313 vector, and TRP1 from yeast. TRP stands for tryptophan biosynthesis. You know what is tryptophan? Tryptophan is an amino acid. അപ്പോൾ ഈസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് പ്ലാസ്മിഡ്സ് ആണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഈസ്റ്റ് വെക്ടർ. അപ്പോൾ ഈസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് പ്ലാസ്മിഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ആദ്യം ഒരു ഈക്കോളൈൻ്റെ ക്ലോണിംഗ് വെക്ടറായിട്ടുള്ള PBR313 എടുക്കുക. ഈ PBR313ലേക്ക് ഈസ്റ്റിൽ നിന്നുള്ള ARS സീക്വൻസ് അല്ലെങ്കിൽ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഈസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് പ്ലാസ്മിഡ് ഉണ്ടാക്കുന്നത്. അതായത് ആദ്യം തന്നെ ഈക്കോളയിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം? ഈക്കോളയിൽ നിന്നുള്ള പ്ലാസ്മിഡ് DNA പ്ലാസ്മിഡായിട്ടുള്ള PBR313 എടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഈസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ARS അല്ലെങ്കിൽ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആ പ്ലാസ്മിഡ് എന്തായിട്ട് മാറും? ഈസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് പ്ലാസ്മിഡായിട്ട് മാറും. ഇപ്പോൾ ARS നമ്മൾ ഒന്നെങ്കിൽ ഈസ്റ്റ് നാച്ചുറൽ പ്ലാസ്മിഡ്, ഈസ്റ്റിൽ കാണുന്ന 2 മൈക്രോമീറ്റർ നാച്ചുറൽ പ്ലാസ്മിഡ് എന്നോ അല്ലെങ്കിൽ ഈസ്റ്റ് ക്രോമസോമിൽ നിന്നാണ് ARS ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ARS ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈ കോപ്പി നമ്പർ ആയിരിക്കും, അതായത് 1 to 20 per cell ആയിരിക്കും. പിന്നെ ARS ഉള്ളത് കൊണ്ട് തന്നെ ഹൈ ട്രാൻസ്ഫർമേഷൻ ഫ്രീക്വൻസി ആയിരിക്കും. Example YRP7. Fourth one is the yeast centromere plasmid or YCP. The yeast centromere plasmid consists of centromere or CEN, so it is known as yeast centromere plasmid, and it also consists of ampicillin resistance gene, leucin 2 gene, and an ARS. The centromere is taken from yeast chromosome, and it is required for the normal segregation of the YCP from parent to daughter cells during cell division. So the yeast centromere plasmid is constructed by or the yeast centromere plasmid consists of centromere, so it is known as yeast centromere plasmid. And the other things it consists is ampicillin resistance gene, leucin 2 genes, and ARS. And the centromere comes from the yeast chromosome.
So what is the role of this centromere? The centromere is important for the segregation of the YCP from parent to daughter cells during cell division, or the passing of the copies of YCP from parents to daughters during cell division. So, and YCP act as a mini chromosome because it consists of a centromere, and these leucine 2 gene function as the selectable marker. The ARS is helpful in the autonomous replication of YCP. Copy number is 1 to 2 and it is having high transformation efficiency and it is very stable. So you can see in the figure the YCP or yeast centromere plasmid consists of leucine 2 genes taken from yeast cell. And the ARS gene taken from the yeast cell. ARS or autonomously replicating sequence. It consists of a centromere which is also taken from an yeast cell or yeast chromosome, and it consists of an ampicillin resistance gene taken from a bacterial cell. So yeast centromere plasmid ആണ് നാലാമത്തെ ടൈപ്പ് ഓഫ് ഈസ്റ്റ് വെക്ടർ. അപ്പോൾ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ്, അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിനെ നമ്മൾ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്? കാരണം ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിൽ സെൻട്രോമിയർ ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രോമിയർ എവിടെ നിന്നാണ് അതിന് കിട്ടുന്നത്? അതായത് ഈസ്റ്റ് ക്രോമസോമിൽ നിന്നാണ് സെൻട്രോമിയർ അല്ലെങ്കിൽ CEN ആ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ പ്ലാസ്മിഡിന് ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് എന്ന പേര് നമ്മൾ ഇട്ടത്. പിന്നെ ഈ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിൻ്റെ വേറെ ഭാഗങ്ങളാണ് ആംബിസിലിൻ റെസിസ്റ്റൻസ്, ലൂസിൻ 2 ആൻഡ് ARS. ഇതിൽ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് എന്ന പേര് വരാൻ കാരണം അതിൻ്റെ സെൻട്രോമിയർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ സെൻട്രോമിയറിൻ്റെ ഫങ്ഷൻ എന്താണ്? സെൻട്രോമിയർ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈസ്റ്റ് സെൻട്രോമിയറിൻ്റെ പ്ലാസ്മിഡിൻ്റെ കേസിൽ. അതായത് ഈ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിൻ്റെ പാരൻറ്റിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് പാസ് ചെയ്യുന്നത് ഈ സെൻട്രോമിയർ ഉള്ളത് കൊണ്ടാണ്. അതായത് ഈ പാരൻറ്റ്സ് നിന്ന് സെൽ ഡിവിഷൻ വഴി ഡോക്ടർ സെല്ലിലേക്ക് ഈ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിൻ്റെ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്നത് സെൻട്രോമിയർ റീജിയനാണ്. മാത്രമല്ല ഈ സെൻട്രോമിയർ ഉള്ളത് കൊണ്ട് തന്നെ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് ഒരു മിനി ക്രോമസോം പോലെ ആക്ട് ചെയ്യും. ആക്ച്വലി ഈ സെൻട്രോമിയർ വരുന്നത് എവിടെയാണ്? ക്രോമസോമിൻ്റെ മിഡിൽ പാർട്ടിലാണ് സെൻട്രോമിയർ വരിക. അപ്പോൾ സെൻട്രോമിയർ ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു മിനി ക്രോമസോം പോലെ ആക്ട് ചെയ്യുന്നു. മാത്രമല്ല ഈ ARS സീക്വൻസ് ഉണ്ട്. എന്തിന്? ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിന് ഒരു ARS സീക്വൻസ് ഉണ്ട്, അതുകൊണ്ട് അത് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യും. കോപ്പി നമ്പർ കുറവാണ് 1 to 2, പക്ഷേ ഹൈ ട്രാൻസ്ഫോർമേഷൻ ഫ്രീക്വൻസിയും ഹൈ സ്റ്റെബിലിറ്റിയാണ്. ഇതാണ് ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിൻ്റെ ഫിഗർ. അപ്പോൾ അതിലൊരു സെൻട്രോമിയർ ഉണ്ട്. അപ്പോൾ സെൻട്രോമിയർ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു മിനി ക്രോമസോം പോലെ ആക്ട് ചെയ്യും. മാത്രമല്ല സെൻട്രോമിയർ പാരൻസ് നിന്ന് ഡോക്ടറിലേക്ക് ഈസ്റ്റ് സെൻട്രോമിയർ പ്ലാസ്മിഡിൻ്റെ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ പാസിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലൂസിൻ 2 ജീൻസ് കിട്ടുന്നത് ഈസ്റ്റിൽ നിന്നാണ്. പിന്നെ ARSും കിട്ടുന്നത് ഈസ്റ്റിൽ നിന്നാണ്. ARS എന്തിന് ഹെൽപ്പ് ചെയ്യും? ആ സെല്ലിൻ്റെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആംബിസിലിൻ റെസിസ്റ്റൻസ് കിട്ടുന്നത് വേറെ അടുത്താണ്, ബാക്ടീരിയൽ പ്ലാസ്മിഡിൽ നിന്നാണ്. ദ ലാസ്റ്റ് വൺ ഓഫ് ദി ഈസ്റ്റ് വെക്ടർ ഇസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഓർ YAC. The YAC is derived cloning vector and it is used to clone large DNA fragments in yeast cells. They are linear in shape and is made up of 3 important regions, that is 2 telomeres, centromere and ARS. അപ്പോൾ YAC അല്ലെങ്കിൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ് അഞ്ചാമത്തെയും ലാസ്റ്റ് ടൈപ്പും ആയ ഈസ്റ്റ് വെക്ടർ. അപ്പോൾ YAC BAC പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം പോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് YAC അല്ലെങ്കിൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം അല്ലെങ്കിൽ YAC എന്ന് പറയും. അപ്പോൾ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഈസ്റ്റ് സെല്ലിലേക്ക് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഈസ്റ്റ് സെല്ലിലേക്ക് ക്ലോൺ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ് യൂസ് ചെയ്യുക. പിന്നെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ് സെൻട്രോമിയർ, ARS പിന്നെ ടീലോമിയേഴ്സ്.
ഇപ്പോൾ ഒരു ക്രോമസോമിൻ്റെ എല്ലാ പാർട്സും ആർക്കുണ്ട്? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിനുണ്ട്. അപ്പോൾ ഒരു ക്രോമസോമിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? നടുക്ക് സെൻട്രോമിയർ ഉണ്ടാവും, ക്രോമസോമിൻ്റെ അറ്റത്ത് ടീലോമിയർ ഉണ്ടാവും, പിന്നെ ARSഉം ഉണ്ടാവും. അപ്പോൾ ആ പാർട്ടൊക്കെ ആർക്കും ഉണ്ട്? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഒരു മിനി ക്രോമസോം പോലെ ആക്ട് ചെയ്യും. അതായത് ഒരു അഡീഷണൽ ജെനറ്റിക് മെറ്റീരിയൽ പോലെ, അല്ലെങ്കിൽ ഒരു മിനി ക്രോമസോം പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ക്രോമസോമിന് വേണ്ട എല്ലാ പാർട്സും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഒരു മിനി ക്രോമസോം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജെനറ്റിക് മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും. എക്സാമ്പിൾ ഫോർ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഇസ് YAC2. ഇപ്പോൾ 2 ടീലോമിയേഴ്സ് ഉണ്ടാവും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിന്. ദി 2 ടീലോമിയേഴ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ഐദർ എൻഡ്സ് ഓഫ് YAC and they are highly conserved and homologous to each other. The telomeres are essential for the stabilization of YAC in yeast cell. ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 ടീലോമിയർ സീക്വൻസ് ഉണ്ട് ആർക്ക്? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിന്. അപ്പോൾ ഈ ടീലോമിയർ ഉണ്ടാകുന്നത് ഈ YACൻ്റെ 2 അറ്റത്താണ് ഈ ടീലോമിയർ ഉണ്ടാകുക. ഇപ്പോൾ YACൻ്റെ 2 എൻഡ്സിലാണ് ടീലോമിയർ ഉണ്ടാകുക. അപ്പോൾ ടീലോമിയറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ YACനെ സ്റ്റെബിലൈസ് ചെയ്യുക. അതാണ് ടീലോമിയറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ 2 അറ്റത്താണ് 2 ടീലോമിയർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ YACനെ സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ ഉള്ളതാണ് സെൻട്രോമിയർ ഡിറൈവ്ഡ് ഫ്രം ഈസ്റ്റ് ക്രോമസോം എന്നാണ് സെൻട്രോമിയർ ഡിറൈവ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി മൂവ്മെൻറ്റ് ഓഫ് YAC ടു ഡോക്ടർ സെൽസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അപ്പം സെൻട്രോമിയർ ആയ CN4, ഈ ഫിഗറിൽ സെൻട്രോമിയർ CN4 ആണ്. അത് ഡിറൈവ് ചെയ്യുന്നത് ഈസ്റ്റ് ക്രോമസോമിൽ നിന്നാണ്. ഈ സെൻട്രോമിയറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നേരത്തെ പറഞ്ഞതാണ്. അതായത് പാരൻസ് നിന്ന് ഡോക്ടറിലേക്ക് സെൽ ഡിവിഷൻ വഴി ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് സെൻട്രോമിയർ വേണം. And the foreign DNA is inserted between centromere and telomere. അതായത് സെൻട്രോമിയറിൻ്റെയും ടീലോമിയറിൻ്റെ ഇടയിലാണ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ജീൻ ലൈബ്രറി. ജീൻ ലൈബ്രറീസ് നമ്മൾ അടുത്ത യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നിങ്ങൾ എത്തിക്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ അഡീഷണൽ ക്രോമസോം. അപ്പോൾ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് സെൻട്രോമിയർ, ടീലോമിയർ, പിന്നെ ARS. ഇതിൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിന് 2 ടീലോമിയർ ഉണ്ടാവും. അതായത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ 2 അറ്റങ്ങളിലാണ് എന്തുണ്ടാകുക? അതായത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ 2 അറ്റത്ത് 2 ടീലോമിയർ ഉണ്ടാവും. അപ്പോൾ ഈ ടീലോമിയറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിനെ സ്റ്റെബിലൈസ് ചെയ്യലാണ് ടീലോമിയറിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ഉള്ള സീക്വൻസ് ആണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. അതായത് പാരൻറ്റ് സെല്ലിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ പാസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് സെൻട്രോമിയർ സീക്വൻസ് ആണ്. പിന്നെ ARS ഉണ്ടാവും, അത് അതിൻ്റെ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ സെൻട്രോമിയറിൻ്റെയും ടീലോമിയറിൻ്റെ ഇടയിലാണ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രോമസോമിന് വേണ്ട എല്ലാ ഭാഗങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിനെ ഒരു മിനി ക്രോമസോം അല്ലെങ്കിൽ എക്സ്ട്രാ ജെനറ്റിക് മെറ്റീരിയൽ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ 5 ടൈപ്പ് ഓഫ് ഈസ്റ്റ് വെക്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്ടീരിയോഫേജ് വെക്ടേഴ്സും പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വെക്ടേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.